നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ RLV രാമകൃഷ്ണൻ എത്തില്ല. നൃത്ത അധ്യാപിക സത്യഭാമ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പട്ടികജാതി കമ്മീഷനും പരാതി നൽകുമെന്നും നർത്തകൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു. സാംസ്കാരിക മന്ത്രി, പട്ടികജാതി ക്ഷേമ മന്ത്രി, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകും. കറുത്ത നിറമുള്ളവർക്ക് വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കാനാണ് രാമകൃഷ്ണന്റെ തീരുമാനം. കൊല്ലം ഭരണികാവിലെ തന്റെ കുടുംബക്ഷേത്രത്തിൽ 28 നടക്കുന്ന ചിറപ്പും ഉത്സവത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ രാമകൃഷ്ണനെ ക്ഷണിച്ചതായി നടനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്നാൽ ആ ദിവസം മറ്റു തിരക്കുകൾ ഉള്ളതിനാൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നും ക്ഷണിച്ചതിന് നന്ദിയുണ്ടെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു. മുമ്പും സത്യഭാമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നുവെന്നും രാമകൃഷ്ണൻ പറയുകയാണ്. 2016 നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് കലാമണ്ഡലം സത്യഭാമ ആദ്യമായി തന്നെ വിളിക്കുന്നത്. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്തും മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നെന്നും PSC നിയമനം ലഭിക്കാതിരിക്കാൻ ക്രിമിനൽ കേസ് നൽകിയെന്നും രാമകൃഷ്ണൻ പറയുന്നു. അതിനിടെ നന്നായി കളിച്ചാലും കറുത്ത കുട്ടികൾ പിന്തള്ളപ്പെടുന്നതിനാലാണ് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞത് എന്നും താനും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നും വിവാദ നർത്തകിയായിട്ടുള്ള നൃത്ത അധ്യാപിക സത്യഭാമ വീണ്ടും വിശദീകരിച്ചു. അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. നന്നായി കളിച്ചാലും നിറം കറുപ്പെങ്കിൽ കുട്ടികൾ പിന്തള്ളപ്പെടുകയാണ് ചെയ്യാറ്. തന്റെ ശിക്ഷയിൽ കറുത്ത നിറമുള്ള കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ സമ്മാനം ലഭിച്ചിട്ടില്ല. അത് കുട്ടികൾക്ക് സങ്കടമുണ്ടാക്കുന്നു എന്നതിനാലാണ് മത്സരിക്കേണ്ട എന്ന് പറയുന്നത്, അല്ലാതെ അവരുടെ നിറം കറുപ്പായതുകൊണ്ടല്ല എന്നാണ് വിശദീകരണം. താൻ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നും അവർ പറയുന്നു. എനിക്ക് ജാതിയില്ല, ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ച് കാണിക്കാറുമില്ല. കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നുമുണ്ട്. ചാനലുകൾ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് കടന്നു പോയിട്ടുണ്ടാവാം. കറുത്തവരെന്ന് ഉദ്ദേശിച്ചത് ജാതിയുടെ അടിസ്ഥാനത്തിലുമല്ല. തനിക്കെതിരെ ട്രോളുകൾ ഇടുന്നവരുടെ പ്രതികരിക്കാൻ തനിക്ക് തയ്യാറല്ല എന്നും സത്യഭാമ പറയുന്നു. ഇതാണ് വിശദീകരണമെങ്കിലും RLV രാമകൃഷ്ണൻ പരാതി നൽകാൻ പോലീസ് കേസെടുക്കും. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദം ഉണ്ടാക്കുന്നതെന്നും വിവാദത്തിൽ കക്ഷി ചേരാനില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. 2 ദിവസം മുമ്പ് എന്നെ എല്ലാവരും ചേർന്ന് വേട്ടയാടി. അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത്. കലാമണ്ഡലം ഗോപി ആശാന്റെ നിലപാടിനെ മാനിക്കുന്നു. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും രാഷ്ട്രീയ ബാധ്യത ഹനിക്കില്ല, സുരേഷ് ഗോപി പറയുകയുണ്ടായി. ഫോണിൽ വിളിച്ചാണ് സുരേഷ് ഗോപി കുടുംബക്ഷേത്രത്തിലെ പരിപാടിക്കായി രാമകൃഷ്ണനെ ക്ഷണിച്ചത്. ഒറ്റയ്ക്ക് വന്ന് ദേവിയുടെ മുന്നിൽ നൃത്തം ചെയ്യാമോ എന്നായിരുന്നു ചോദിച്ചത്. ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും ഒരു കലാകാരൻ എന്ന നിലയിൽ അവസരമെന്നത് വലിയൊരു പ്രതീക്ഷയാണെന്നും അദ്ദേഹം പറയുന്നു. ചേട്ടന്റെ സുഹൃത്തായ ഒരാൾ ഈ അവസരത്തിൽ കൂടെ നിന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വിവാദ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് എതിരെ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കാനുള്ള സുരേഷ് ഗോപിയുടെ ക്ഷണത്തിൽ സന്തോഷമുണ്ടെന്നും മുൻ നിശ്ചയിച്ച മറ്റൊരു പരിപാടി ഉള്ളതിനാൽ അതിൽ നിന്ന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുമാണ് രാമകൃഷ്ണൻ പാലക്കാട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.